ഓൾ ഇന്ത്യയിൽ KVയിൽ തന്നെ ഏറ്റവും ടോപ്പ് 10 ആയിട്ടുള്ള റാങ്കിൽ വന്നവരാ. US സ്കോളർഷിപ്പിൽ മാസ്റ്റേഴ്സിന് കെമിക്കൽ എഞ്ചിനീയറിംഗിന് പോയൊരു വ്യക്തി. ചെന്ന ഉടനെ US ആദ്യം ചെയ്തെന്ന് പറയുന്നത് സ്കൈ ഡൈവിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു. പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ടല്ല, അവിടെ പോയി സെറ്റിൽ ചെയ്ത് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി ഒരു കുടുംബം ബിൽഡ് ചെയ്തെടുത്ത് ഇതിനെല്ലാത്തിനും പുറമെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റുമായി. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ലൈഫ് എങ്ങനെയാണ്, പുള്ളിക്കാരിയുടെ മൈൻഡിലേക്കാണെന്ന് നമ്മൾ പോകാൻ പോകുന്നത്. പുള്ളിക്കാരിയുടെ ആ ഒരു പാഷൻ എവിടെ നിന്നാണ് വന്നത്, ആ ഒരു ഒബ്സഷൻ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഉമാ ജിക്കാണ്. വെൽക്കം ചേച്ചി. ഹലോ, താങ്ക് യു. പറഞ്ഞപ്പോ ഒത്തിരി എന്തോ ഉള്ള പോലെ തോന്നി, ബട്ട് അങ്ങനെയൊന്നുമില്ല. ഐ എം ലൈക്ക് എ വെരി സിമ്പിൾ ഒരു ഗേൾ ആണ്. ചേച്ചിക്ക് എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് പറയാൻ ഉണ്ടോ? ഇല്ല, ഐ മീൻ എനിക്ക് ഒരാഗ്രഹം വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് ഞാൻ ഒരു വലിയൊരു ഗോൾ ഇട്ടിട്ട് ഇന്നത് വേണം അങ്ങനെ വെച്ച് ചെയ്ത ഒരാളല്ല. എനിക്ക് ഓരോരോ സ്റ്റെപ്സ് ഓഫ് ലൈഫിൽ ഓരോന്ന് എനിക്ക് തോന്നി, അപ്പം അങ്ങനെ ചെയ്തു. അങ്ങനെ സ്മോൾ സ്റ്റെപ്സിലൂടെ ഇവിടെ എത്തി എന്നുള്ള രീതിയിലേ ഉള്ളൂ. എനിക്ക് എൻ്റെ ലൈഫിൽ അതൊരു ബിഗ് തിങ് ആയിട്ട് എൻ്റെ ലൈഫിൽ, പക്ഷെ അത് വേറൊരാൾക്ക് വലുതൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്ന വലിയ കാര്യമാണല്ലോ. അത് പലർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരിനെ ഞാൻ വിളിച്ചു. പുള്ളിക്കാരി അപ്പൊ തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. ചേച്ചി, ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പഞ്ചാബിലാണ് ജനിച്ചത്. ഗുജറാത്ത്. അത് കാണിക്കണോ അതോ കട്ട് ചെയ്ത് കളയാണോ? ചേച്ചി, ഞാൻ അറിഞ്ഞത് ചേച്ചി ഗുജറാത്തിലാണ് ജനിച്ചതും വളർന്നത് പക്ഷെ പയ്യന്നൂരായിരുന്നു. അപ്പോ കുട്ടിക്കാലത്ത് ചേച്ചി എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആ ഒരു ലൈഫിനെ പറ്റിയൊന്ന്? ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി ട്രാൻസ്ഫേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഗുജറാത്തിലായിരുന്നു ജനിച്ചതും. ഞാൻ അവിടെ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ജസ്റ്റ് ഫുൾ ടൈം കളിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ വീട്ടിൽ കയറുക. എൻ്റെ ഫ്രണ്ട്സ് പോയി പിന്നെ അടുത്ത സെറ്റ് ഓഫ് ഫ്രണ്ട്സ് വരും, പിന്നെ അതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ഫ്രണ്ട്സ് വരും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരാൾ ഇവിടെ കളിക്കാനുണ്ടാവുന്ന ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു കളിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഭയങ്കര ഗുജറാത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഗുഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലൊരു ലൈഫായിരുന്നു. പിന്നെ ഞാൻ പയ്യന്നൂർ ആക്ച്വലി ഞാൻ ഒരു കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഗ്രോ അപ്പ് ചെയ്തത് ഞാൻ ട്രിവാൻഡ്രത്താണ്. ഇവിടെ ആയിരുന്നു. ഇവിടെ KVയിലായിരുന്നു പഠിച്ചത്. KVയിൽ കുറേ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കിഡ്സ് ആണ്. അപ്പോൾ അവരും മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. കാരണം അവരും ഇതുപോലെ എല്ലായിടത്തും സെറ്റിൽഡ് അല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ന്യൂ ഫ്രണ്ട്സിനെ നോക്കി നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരു വെരി ഗുഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു KVയിൽ. അപ്പോൾ അങ്ങനെ ആദ്യം എന്നെ ചേർത്തത് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. അതെനിക്ക് വല്ലാത്ത പാടായിരുന്നു. അവിടുന്ന് ഫുൾ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഗേൾസ് സ്കൂളിൽ ചേർത്തപ്പോൾ ഭയങ്കര റൂൾസും ഭയങ്കര ഒരു കാത്തലിക് സ്കൂളായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഭയങ്കര സ്റ്റഡീസിലൊക്കെ ഭയങ്കര ഡൗൺ ആയിപ്പോയി, ഭയങ്കര ഓൾമോസ്റ്റ് ഡിപ്രസീവ് സ്റ്റേറ്റിലായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് ആ സമയത്തല്ല, ഞാൻ ഗുജറാത്തിൽ ഞാൻ ഇങ്ങനെ ഒത്തിരി കളിക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പഠിക്കുമായിരുന്നു എന്നുള്ളത്. ലൈക്ക് ഗുഡ് റാങ്കിലൊക്കെ വരായിരുന്നു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ലൈക്ക് ഇവിടെ ഗേൾസ് സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര മെന്റലി കുറെ ഡൗൺ ആയിരുന്നു. ആക്ച്വലി ലൈക്ക് എൻ്റെ മാർക്കൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു. ബട്ട് നമ്മൾ 6th ബട്ട് എന്നാലും എനിക്കത് ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്റേണലി. ബട്ട് എന്നിട്ട് KVയിൽ പഠിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഫ്രണ്ട്സ് ആൻഡ് സോഷ്യൽ സർക്കിൾ ബെറ്റർ ആയപ്പോഴാണ് എനിക്ക് കുറെ പഠിക്കാനും മാത്രമല്ല എല്ലാത്തിലും ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പഠിത്തത്തിലും എൻ്റെ ഗുഡ് ആക്കി. എൻ്റെ ടീച്ചേഴ്സ് റിയലി ഗുഡ് ടീച്ചേഴ്സ് ആയിരുന്നു. സം ഓഫ് ദം അവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് പഠിത്തത്തിലൊരു ഇൻട്രസ്റ്റ് വന്നത്. ഇൻട്രസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം ജസ്റ്റ് ഫോളോഡ് അലോങ്. സോ എൻ്റെ ലൈഫ് ഒരു ഗുഡ് ലൈഫായിരുന്നു. ലൈക്ക് എൻ്റെ അച്ഛൻ എനിക്ക് ഒത്തിരി ഫ്രീഡം തന്നുകൊണ്ട് എനിക്ക് ഒത്തിരി പഠിത്തത്തിൽ മാത്രം എന്നെ ഒരിക്കലും പഠിത്തത്തിനോട് ഫോഴ്സ് ചെയ്തിട്ടില്ല. ഫോഴ്സ് ചെയ്തെങ്കിലും ലൈക്ക് എക്സാമിൻ്റെ തലേന്ന് മാത്രമൊക്കെ പറയാറുള്ളൂ പോയി പഠിക്കാൻ. അല്ലാണ്ട് ബാക്കി എല്ലാ സമയത്തും എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും കളിക്കുക അല്ലെങ്കിൽ പോയി മ്യൂസിക് ക്ലാസ് ജോയിൻ ചെയ്യുക, ഡാൻസ് ക്ലാസ് ചെയ്യുക, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും ബിസി ആയിരുന്നു, പഠിത്തത്തിലല്ല, നെവർ ഫോർ സ്റ്റഡീസ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് കളിക്കാൻ പോകും, ബാഡ്മിൻ്റൺ. ഐ എം നോട്ട് ഗുഡ് അറ്റ് എനിത്തിങ് ബട്ട് ഐ ജസ്റ്റ് ഡു സ്റ്റഫ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ലൈഫ്.
മോസ്റ്റ്ലി ബിസി ആയിരുന്നു അങ്ങനെ. ബട്ട് യാ അപ്പോൾ പഠിത്തം ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് നടന്നു എന്നല്ലാണ്ട് അതിലൊരു ഫോക്കസ് അല്ലായിരുന്നു. അത് കുറേയും കൂടി കഴിഞ്ഞിട്ടാണ് ലൈക്ക് നമ്മൾ +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് പഠിത്തത്തിനോട് കുറച്ചുകൂടെ ഒരു ഫോക്കസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. ബിക്കോസ് പിന്നെ നമ്മൾ ചൂസ് ചെയ്യണമല്ലോ നെക്സ്റ്റ് എന്ത് ചെയ്യണം, അതാണല്ലോ ബിഗ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ബിഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഇതിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് US പോയി. അപ്പൊ ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു US പോകാനായിട്ടും ഇതിൽ അപ്ലൈ ചെയ്ത് കിട്ടുന്നത്? അതെങ്ങനെയായിരുന്നു ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? US പോകാൻ ഓൾമോസ്റ്റ് ഒരു 1 year ലോങ് പ്രോസസ്സ് ആയിരുന്നു. ഇൻഫാക്ട് US എന്നുള്ളൊരു കൺട്രി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എനിക്ക് ആക്ച്വലി ഒരു ഫ്രീഡം. ഐ വാസ് ഓൾവേസ് സീക്കിംഗ് എ ഫ്രീഡം. ഇറ്റ്സ് നോട്ട് ഫൈനാൻഷ്യൽ ഓർ എനിത്തിങ് ബട്ട് മോർ ലൈക്ക് ഒരു ഗേളിന് സ്പെഷ്യലി അറ്റ്ലീസ്റ്റ് അറ്റ് മൈ ടൈം അറ്റ് ദാറ്റ് ലൈക്ക് some 7-8 years ago ഒരു ഫ്രീഡം എപ്പോഴും ഒരു ഗേൾ സീക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ എപ്പോഴും ഒരു സൊസൈറ്റൽ പ്രഷർ, എൻ്റെ പാരൻസിന് അത്ര ഇല്ലെങ്കിലും but there's always like a social pressure, ഇപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്, but when I do that there's always somebody asking, why is she going, like അപ്പോൾ അത് എൻ്റെ പാരൻസിനോട് പറയുമ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് അത് ഓട്ടോമാറ്റിക്കലി they try to hide it but it comes along, അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രീഡം ഞാൻ എപ്പോഴും സീക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ NIT പഠിച്ചത്. അപ്പോൾ NIT പഠിച്ചുകൊണ്ട് തന്നെ ഒത്തിരി എനിക്ക് എക്സ്പോഷർ ഉണ്ട്. ഇങ്ങനെ പുറത്തുനിന്ന് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് അവിടെ പ്രൊഫസേഴ്സ് വരുമായിരുന്നു. അപ്പോൾ ആൻഡ് എൻ്റെ കോളേജിൽ തന്നെ കുറേ സ്റ്റുഡൻസ് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് കേട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴൊക്കെ എവിടെ പോകണം എന്ത് പോകണം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് ആകെ അറിയുന്നത് എനിക്ക് ഇവിടുന്ന് പോകണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കുറേ നോക്കി എവിടെയൊക്കെയാണ് പോകേണ്ടത്. കുറേ ഇവിടെ ഒത്തിരി കൺസൾട്ടൻസീസ് പോലത്തെ സ്ഥലങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. എല്ലാം ഫ്രീ ആണ്. മോസ്റ്റ്ലി 90% അറ്റ്ലീസ്റ്റ് അറ്റ് മൈ ടൈം 90% ഓഫ് ദം ആർ ഫ്രീ. സോ ഇറ്റ്സ് ഫ്രീ ടു ഗോ ആൻഡ് ടോക്ക്. സോ ഞാൻ അങ്ങനെ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ, എനിക്ക് ഒന്നും അറിയില്ല പ്രോസസ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ അടുത്ത് എല്ലായിടത്തും പോയി ചോദിക്കുമായിരുന്നു. ഞാൻ UK അവരോട് പോയി ചോദിച്ചു, ഓസ്ട്രേലിയയിലെ അടുത്ത് പോയി ചോദിച്ചു, US പോയി ചോദിച്ചു. ജസ്റ്റ് അവരോട് എന്താണ് പ്രൊസീജിയർ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഫസ്റ്റ് കുറച്ച് ചില സ്ഥലത്തോട്ട് എക്സാംസ് ഉണ്ട്. ആ ടൈമിൽ TOEFL IELTS ആ ഒരു എക്സാംസ് ആയിരുന്നു. അത് എഴുതണം. പിന്നെ US പോകണമെങ്കിൽ GRE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം എഴുതണം. അപ്പോൾ ഈ എക്സാംസ് എഴുതിയിട്ട് ഗുഡ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ അപ്ലൈ ടു കോളേജിൽ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇന്നൊരു ഫീസ് ഉണ്ട്. വൺസ് ആപ്ലിക്കേഷൻ റിസീവ് ആയി കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു അപ്ലൈ ഫോർ വീസ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂൾ വിസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ യു ക്യാൻ ഗോ ദെയർ ആൻഡ് ദെൻ ഗോ ദെയർ ട്യൂഷൻ ഫീസ് അടയ്ക്കുക, ഓൾ ദോസ് തിങ്സ്. അതായിരുന്നു ഒരു പ്രോസസ്സ്. നൗ ഇറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ഏത് കൺട്രി ചൂസ് ചെയ്യണം. ഓക്കെ, സോ അഗൈൻ എനിക്ക് പുറത്ത് ആരുമില്ല, എൻ്റെ ഫാമിലിയിൽ ആരും പുറത്ത് പോയിട്ടില്ലായിരുന്നു. ഐ മീൻ കുറേ ലോങ് ഡിസ്റ്റൻസ് റിലേറ്റീവ്സ് ഒക്കെ ദുബായ് അങ്ങനത്തെ സ്ഥലത്ത് ഉണ്ട്. കുറച്ച് നമ്മൾ എന്താ പറയുന്നതാണ്, ഗൾഫിൽ പോകുന്നല്ലോ. കുറേ പേര് ഗൾഫിലൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, മറ്റേ ജോലിക്കൊക്കെ പോയിട്ടില്ല. പക്ഷെ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ഒന്നും അല്ലായിരുന്നു, ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് റിലേറ്റീവ്സ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ആരും പഠിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഒരു നമ്മുടെ ഒരു കൾച്ചറിൽ ഇല്ലായിരുന്നു. നമ്മൾ അറ്റ്ലീസ്റ്റ് എൻ്റെ ഫാമിലിയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ അവർ ചോദിച്ചു എങ്ങനെ പോകും, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഒരു വേറെ കൺട്രി, നമ്മളൊരു ട്രിപ്പ് പോലും പോയിട്ടില്ല, നമ്മളൊരു വേറെ കൺട്രിയിൽ പോയിട്ടില്ല. നമ്മളിവിടെ അടുത്തൊക്കെ പോകും, ചിലപ്പോൾ ഡൽഹിയിലൊക്കെ പോകും മാക്സിമം, അല്ലാണ്ട് പുറത്തൊരു കൺട്രിയിൽ വെക്കേഷന് പോലും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പഠിക്കാനായിട്ട് ലോൺ എടുത്ത്, ഐ മീൻ ഓഫ് കോഴ്സ് പൈസ ഒന്നുമില്ല, എങ്ങനെ പോകുന്ന ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഐ ന്യൂ ദാറ്റ് ഇതൊരു വലിയൊരു റിസ്ക് ആണ്. ലൈക്ക് പൈസ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാക്കണം, അത് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചടയ്ക്കണം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ കൺട്രി ചൂസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ചില കൺട്രീസ് എനിക്ക് ആ ടൈമിൽ കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു വിസ കിട്ടാൻ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് കാനഡ, UK, ഈവൻ ഓസ്ട്രേലിയ ഒക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മേ ബി 2 weeks 3 weeksനകത്ത് നമുക്കൊരു റിസൾട്ട് അറിയും എന്താന്നുള്ളത്. ആൻഡ് ഒരു 20% സ്കോളർഷിപ്പ് കിട്ടാനും ചാൻസ് ഉണ്ട്. ബട്ട് അവിടുത്തൊക്കെ
പ്രോബ്ലംസ് ഞാൻ അറിഞ്ഞത് അവിടെ ജോലിക്ക് ഭയങ്കര പാടായിരുന്നു ആഫ്റ്റർ സ്റ്റേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്ന ഒരു ടൈമും ആയിരുന്നു. അപ്പോൾ കൺട്രി ചൂസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറേ കൺട്രീസിലോട്ട് ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എളുപ്പമാണ് കിട്ടാൻ, പക്ഷേ അവിടെ അത് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ഓപ്ഷനോ അത് വർക്ക് ഓപ്ഷൻസോ ഒന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അത് കിട്ടാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഒത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ US മാർക്കറ്റ് ഭയങ്കര ഒരു ഗുഡ് ഓപ്ഷൻ ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ കൂടെ ടഫറാണ് US വിസ കിട്ടാൻ. പക്ഷേ എനിക്ക് അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ എടുത്തത്. ആൻഡ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു US കിട്ടാൻ ഹാർഡാണെങ്കിലും അവിടെ സ്കോളർഷിപ്പ് കിട്ടാനും അവിടെ എത്തിച്ചെയ്ത് ഫുൾ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ആകെ ഒരു ചാൻസ് ഉള്ളത് US മാത്രമേ ഉള്ളൂ. വേറെ കൺട്രീസിൽ സ്കോളർഷിപ്സ് കുറച്ചുകൂടെ ഹാർഡർ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ജർമ്മനിയിലൊക്കെ ഉണ്ട്, ബട്ട് ലൈക്ക് ഞാൻ ഉദ്ദേശിച്ച കൺട്രീസിലൊന്നും ഇപ്പോൾ UK ആയാലും അവിടെയൊക്കെ സ്കോളർഷിപ്പ് കിട്ടാൻ കുറച്ചുകൂടെ ഹാർഡറാണ്. ലൈക്ക് ഫുൾ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി കുറേയും കൂടെ ഹാർഡറാണെന്ന് കേട്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ US ചൂസ് ചെയ്തു. US ഓൾമോസ്റ്റ് ഒരു 1 year ലോങ് പ്രോസസ് ആയിരുന്നു. ആദ്യം അതിന് എനിക്ക് എക്സാം എഴുതിയിട്ട് GRE TOEFL എഴുതി. ഒരു ഗുഡ് മാർക്കായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ കോളേജ് ചൂസ് ചെയ്യാൻ കുറേ കോളേജസിന് ഞാൻ സ്വന്തം അപ്ലൈ ചെയ്തു. പിന്നെ കൺസൾട്ടൻസി ത്രൂവും അവർക്ക് കുറച്ച് ഫ്രീ കോളേജസ് ഉണ്ടായിരുന്നു. കാരണം ഈച്ച് കോളേജസിന് ഒരു 10,000 rupees എന്താണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ അതും ഒരു ബിഗ് ഡീലാണ്. അപ്പോൾ ഒത്തിരി കോളേജസിൽ എനിക്ക് അന്ന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ ഒരു ചൂസ് ചെയ്ത് ഒരു 5 colleges 6 colleges മാക്സിമം ഇൻക്ലൂഡിങ് ഒരു 1 or 2 countries ഇൻ ഓസ്ട്രേലിയ UK അപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓൾമോസ്റ്റ് 3 or 4 colleges കിട്ടി. പിന്നെ ഞാൻ ഓസ്ട്രേലിയയിലും കിട്ടിയായിരുന്നു, UK കിട്ടിയായിരുന്നു. ബട്ട് ദെൻ എനിക്ക് US ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോകാൻ തീരുമാനിച്ചു. പിന്നെ ഉള്ള പ്രോസസ്സ് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് കിട്ടിയതിന് ശേഷം സ്കോളർഷിപ്പിൻ്റെതായിരുന്നു. ഞാൻ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രൊഫസേഴ്സിന് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറേ റീസെർച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാൻ കുറേ പ്രൊഫസേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്തു. എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നിങ്ങളുടെ ലാബിൽ വർക്ക് ചെയ്യാനുള്ള, അങ്ങനെ ഒരു രീതിയിൽ ചോദിച്ചപ്പോഴത്തേക്ക് കുറേ ആരും റെസ്പോണ്ട് ചെയ്തില്ല. ഒരു 1 or 2 റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അതിൽ ഒരു പ്രൊഫസർ മാത്രം കുറേ കൂടെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. ആൻഡ് എനിക്ക് ഒത്തിരി കൂടെ അവരുടെ കുറിച്ച് കുറേ സംസാരിക്കാൻ തുടങ്ങി. കുറേ കൂടെ റെസിപ്രോക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അത്രേ ഉള്ളൂ. ഐ മീൻ എൻ്റെ അടുത്ത് സ്കോളർഷിപ്പ് തരാമെന്നൊന്നും എനിക്ക് പറഞ്ഞില്ല. ബട്ട് ഐ ന്യൂ എനിക്ക് അവരുടെ ലാബിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടും എന്ന് എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബേസിസിലാണ്, ആ ഒരു റിസ്കിലാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പ്രോസസ്സ് വെച്ചാൽ ലോൺ എടുക്കാനുള്ളതായിരുന്നു. അത് കുറേ ഹാർഡായിരുന്നു. കാരണം ഓൾമോസ്റ്റ് 40 lakhൻ്റെ ലോൺ ഉണ്ടായിരുന്നു. അത്രയൊന്നും പൈസ ലൈക്ക് നമ്മൾ എൻ്റെ ഫാമിലി അങ്ങനെ കണ്ടിട്ടില്ല. ആൻഡ് കുറേ സഹായിച്ചു, വേറെ ആൾക്കാർ സഹായിച്ചു, ലൈക്ക് ഇനീഷ്യൽ. പിന്നെ ലോൺ എടുത്തപ്പോൾ പോലും അവർ 50% ലോണേ തരുള്ളായിരുന്നു. ലൈക്ക് ബാക്കി 50% നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഒത്തിരി പാടായിരുന്നു. ബട്ട് സംഹൗ ലൈക്ക് വി ഗോട്ട് ദ ലോൺ അപ്രൂവ്ഡ്. ആൻഡ് വിസയ്ക്ക് പോയപ്പോൾ വിസ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തപ്പോൾ ദെൻ ഐ ഡിസൈഡഡ് ടു ഗോ ടു US. സോ ഇതായിരുന്നു ഫുൾ കംപ്ലീറ്റ് പ്രോസസ്. എത്ര സമയം എടുത്തിട്ടുണ്ടോ? ഓൾമോസ്റ്റ് 1 year. 1 year എടുത്തു. അറ്റ്ലീസ്റ്റ് 1 year. അതിന് മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് 1 year എടുത്തു. ലൈക്ക് ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, കാരണം US അഡ്മിഷൻ ക്ലോസ് ചെയ്യും, കുറേ നേരത്തെ ക്ലോസ് ചെയ്യും. ദാൻ അത് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വിസ കിട്ടാനും കുറേ സ്ലോട്ട് കിട്ടാനും ഒക്കെ ഒത്തിരി സമയമാണ് US പ്രോസസ്സ്. അപ്പോൾ അത് 1 year മിനിമം ഉള്ളൊരു പ്രോസസ്സാണ് US പോകുന്നുള്ളത്. ചേച്ചി ചെന്നിറങ്ങിയ ഉടനെ തന്നെ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് സ്കൈ ഡൈവിംഗ് ആയിരുന്നു. അതിന്റെ പിന്നിലുള്ള ചിന്തയും അതെന്തായിരുന്നു? എൻ്റെ പരിപാടി എങ്ങനെയായിരുന്നു? പൈസ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരു പൈസ ഇല്ലായിരുന്നു. ലൈക്ക് ഇവിടുന്ന് ആദ്യം പോയപ്പോൾ തന്നെ ഒരു പിസ്സ തന്നെ കഴിച്ചപ്പോൾ അവിടുത്തെ പൈസ കണ്ട് ഞെട്ടിയത്. ഒരു സ്ലൈസ് ഓഫ് പിസ്സ ആ സമയത്ത് എന്തോ 800 or 1000 രൂപയായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് ആദ്യമായിട്ട് കഴിച്ചത്. ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഇത് എന്ത് പിസ്സയാണ്, വെറും ചീസ് പിസ്സ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പൈസ ചിലവാക്കാനില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ അവിടെ പോയിട്ട് എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു US പോയപ്പോഴത്തേക്ക്. ലൈക്ക് ഞാൻ കംപ്ലീറ്റ്ലി alone ആയിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് അലോൺ, ഐ വാസ് ഫ്രീ. ഐ വാസ് ബൈ മൈ സെൽഫ്. ഐ കുഡ് ഡു എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാമായിരുന്നു. ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് വാസ് എൻലെസ്. ആൻഡ് ഒത്തിരി ആൾക്കാർ, ഡിഫറെൻറ്റ് സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാർ, എന്നെ പോലെ തന്നെ എത്രയോ ആൾക്കാർ, എത്രയോ കഷ്ടപ്പാടുന്ന് വന്ന കുറേ ആൾക്കാർ എന്നെക്കാളും. അപ്പോൾ ഐ വാസ് ജസ്റ്റ് വൺ ഓഫ് ദം. ആൻഡ്
ഫസ്റ്റ് തിങ് തന്നെ ഞാൻ അവിടെ സ്കൈ ഡൈവിങ്, എൻ്റെ കോളേജിലൊരു ഇങ്ങനെ ഒരു പാംഫ്ലെറ്റ് ഉണ്ടായിരുന്നു സ്കൈ ഡൈവിങ്ങിനെ കുറിച്ചിട്ട്, ഏതൊരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അപ്പോൾ തന്നെ സ്കൈ ഡൈവിങ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടുക, ലൈക്ക് ദർ ഇസ് നത്തിങ് മോർ ലൈക്ക് ക്രേസി ദാൻ ദാറ്റ്. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് തന്നെ അവിടെ പോയിട്ട് ഫസ്റ്റ് ടൈം പോയപ്പോൾ അവർ പറഞ്ഞു വെതർ കേടാന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സെക്കൻഡ് ടൈം നമ്മൾ ഊബർ എടുത്ത് പോയി, ലൈക്ക് നമ്മൾ ചാടുമ്പോൾ ഒരു പേടിയായിരുന്നു. ലൈക്ക് അവിടുന്ന് ചാടാനൊരു പ്ലെയിനിനടുത്ത് ചാടാൻ അവർ പറയും. അപ്പോൾ വല്ലാത്തൊരു പേടിയായിരുന്നു. പക്ഷെ അത് ചാടിയപ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഇറ്റ്സ് ഇൻസെയിൻ. ലൈക്ക് എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഓൾ ഐ കുഡ് സീ ഇസ് like a different life for me, like so it was a great inhibition ella 100%. like I just felt like I could do anything, like I'm here and I'm on a new track, idan endoru new life polana enike thoniyadu, like completely different from what I could have ever had. So adoru good decision aayittu enike appo thoniyarunnu, ippozhum thonundu. So yeah. ചേച്ചി അവിടെ ചെന്നതിന് ശേഷം ചേച്ചി എങ്ങനെയാണ് ഇതിനൊന്ന് ലൈഫിനെ ഒന്ന് ചാർട്ട് ചെയ്ത് നമുക്കിത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഇത്ര സമയത്തിനുള്ളിൽ എൻ്റെ പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ചേച്ചി എങ്ങനെയാണ് ചാർട്ട് ചെയ്തത്? യുഎസില് ഒത്തിരി വേ ഓഫ് ലൈഫ് ഉണ്ട്. യുഎസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നിക്കൊരു full financially free life ഉണ്ട്, but you can also get trapped in a full debt life, യുഎസിൽ ഒരു ലോൺ എടുക്കാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് ഒരു ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ, വിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും അവിടെ ഉണ്ട്, ഇന്ത്യൻസിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ലോൺ എടുക്കാൻ, ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനോ, ഇപ്പോൾ ഒരു കല്യാണത്തിനുള്ള ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഹൗസ് ലോൺ എടുക്കാനോ ഭയങ്കര ഈസിയാണ്. ബിക്കോസ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കുറവാണ്. ഇവിടെ ഒരു 10% ഇൻട്രസ്റ്റ് റേറ്റ്, അവിടെ ഒരു 4%, 3%, കോവിഡ് സമയത്തൊക്കെ 1% ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ബോറോയിങ് മണി ഭയങ്കര ഈസിയാണ് അവിടെ. അപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത്, ക്രെഡിറ്റ് കാർഡ്, ഇവിടെ നമുക്ക് 2 ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് കിട്ടുന്നത്, അവിടെ കിട്ടുന്ന 20 ലക്ഷത്തിൻ്റെ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇഷ്ടം പടി ലോൺ എടുക്കാം നമുക്ക്. അപ്പോൾ ഒത്തിരി ആൾക്കാർ അതിൽ ട്രാപ്പായി പോകുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒത്തിരി ലോൺ എടുത്തിട്ട് പിന്നെ അത് അടയ്ക്കാനുള്ള ഇതിൽ മാത്രം ആയി പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് യുഎസിലൊരു ലൈഫിൽ നമ്മൾ മണി മാനേജ്മെൻറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യുഎസിൽ. അപ്പോൾ എനിക്കത് യു ക്യാൻ കോൾ മീ സ്റ്റുപ്പിഡ്, ബട്ട് എനിക്കത് ഒത്തിരി, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇനീഷ്യലി ഒരു കോവിഡ് സമയത്ത്. ടിക്ടോക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ടിക്ടോക്കിലാണ് ഞാൻ ആദ്യമായിട്ട് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് ആ സമയത്ത് ജസ്റ്റ് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫസ്റ്റ് ജോബായിരുന്നു. അപ്പോൾ ഞാൻ മിഷിഗനിലായിരുന്നു, ഭയങ്കര ഒരു തണുത്തൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ആ സമയത്ത് ടിക്ടോക്ക് ഫസ്റ്റായിട്ട് ഞാൻ ഒന്ന് കാണുന്ന ടൈമാണ്. അപ്പോൾ അതിനകത്തുള്ള കുറേ വീഡിയോസ് കാണാൻ തുടങ്ങി. എങ്ങനെ ഫൈനാൻഷ്യലി എങ്ങനെ മാനേജ് ചെയ്യണം, വാട്ട് ആർ മൈ ഓപ്ഷൻസ്. നമ്മൾ എല്ലാവരും സേവ് ചെയ്യാനേ പഠിക്കുന്നുള്ളൂ. ഇവിടെ എത്ര നമ്മൾ പൈസ എടുക്കുന്നു, സേവ് അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ടിക്ടോക്ക് എന്നെ പഠിപ്പിച്ചത് നമുക്ക് സേവ് ചെയ്യാൻ കുറേ പാടാണ്, ബട്ട് സേവ് ചെയ്യുന്നേക്കാളും എളുപ്പമാണ് പൈസ ഉണ്ടാക്കാൻ. സേവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ പൈസ ഉണ്ടാക്കാൻ കുറേയും കൂടി ഈസിയാണ്. ലൈക്ക് നമ്മൾ ഗുഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം പൈസ, റൈറ്റ്? നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത്. ലൈക്ക് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും അതൊന്നും നമ്മൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നില്ല. പക്ഷെ അത് ഒരു ന്യൂ വേൾഡ് ആയിരുന്നു എനിക്ക്. ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതെങ്ങനെ പൈസ ഗ്രോ ചെയ്യും, വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് സൈക്കിൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, കോമ്പൗണ്ടിങ്, പക്ഷെ അതെന്താണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരു കുറച്ച് പൈസ സേവ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ടൈംസ് ബെറ്റർ ആണ് നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ മണി ഗ്രോ ചെയ്യുന്ന കോമ്പൗണ്ടിങ്ങിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 300,000 ഇന്ന് ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ സ്റ്റോക്കിൽ ഇട്ടേക്കുവാണെങ്കിൽ ഒരു 20-30 ഇയേഴ്സിൽ ഇറ്റ് വിൽ ഗ്രോ ടു $1 million. സോ ഓൾമോസ്റ്റ് $1 million ഓർ മേ ബി 700,000. സോ അത് ഫ്രീ മണിയാണ്, നമ്മൾ അവിടെ ചുമ്മാ ഇട്ടേക്കുവാണ്. നമ്മളത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല അവിടെ. പക്ഷെ അതൊരു സ്റ്റോക്കിൽ ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചുമ്മാ ഗ്രോ ചെയ്യണം, നമ്മൾ ഫ്രീ ആയിട്ട് അത് ഗ്രോ ചെയ്യണം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആൻഡ് അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, റൈറ്റ്? ഇപ്പോൾ ഒരു നമുക്കതറിയില്ല, നമ്മൾ ഓക്കെ സ്റ്റോക്ക്, ഓ മൈ ഗോഡ്, ലൈക്ക് ഇൻവെസ്റ്റ്, ഓ മൈ ഗോഡ്, ലൈക്ക് അതൊക്കെ ഒരു വലിയ വേർഡ്സ് ആയിരുന്നു. അപ്പോൾ
അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, അത് എന്താണെന്ന് പഠിക്കാനുള്ള. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറേ റീസർച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ അറിയാം എൻ്റെ കൂടെയുള്ള കോവർക്കേഴ്സ് ഓൾസോ നോ അബൌട്ട് സ്റ്റോക്സിന്. അപ്പോൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ അവർ ഇഷ്ടം പോലെ ചെയ്യുന്നതായിരുന്നു യൂനോ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് അപ്പോൾ അതൊരു ഫൈനാൻഷ്യലി ഒരു ഗുഡ് നോളജ് സ്ട്രീം ആയിരുന്നു. പിന്നെ ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് ആയത് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. റിയൽ എസ്റ്റേറ്റ് ലൈക്ക് അവിടെ വീട് വാങ്ങാൻ നമുക്ക് ഒരു ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷെ വീട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിന് വാങ്ങുന്നത് അതൊരു വേറെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും വീട് വാങ്ങുന്നത് എപ്പോഴാണ് നമ്മളെല്ലാം സെറ്റിലായി വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ കുട്ടികളും കുടുംബം അങ്ങനെ. പക്ഷെ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് വീട് വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പാടുള്ള കാര്യമാണ്. ബിക്കോസ് അതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കത് എങ്ങനെ പോകും എന്താണെന്ന് അറിയില്ല. പക്ഷേ US-ലായതുകൊണ്ട് വീട് വാങ്ങാനും ഒരു നല്ല സ്ഥലമാണ്. ഇപ്പോൾ കാനഡ ആയാലും നമുക്കൊരു വീട് വാങ്ങാൻ പറ്റില്ല. അവിടെ ഒരു വീടിന് $1 million ആണ്. അപ്പോൾ അവിടെ ഒന്നും വീട് വാങ്ങാം. UK-ലും ഭയങ്കര ഹൈ എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഒന്ന് ലോൺ തന്നെ ഭയങ്കര ഹൈ ആണ്. ലൈക്ക് 9-10% ഇൻട്രസ്റ്റിൽ തന്നെ നമുക്ക് ലോൺ വാങ്ങാം. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഗുഡ് സെൻസ് ഉണ്ടാക്കില്ല. പക്ഷെ US-ൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര ലോ, 4% ഇൻട്രസ്റ്റ് റേറ്റും അങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മളൊരു വീട് ഇപ്പോൾ $300,000 അല്ലെങ്കിൽ $400,000 നമുക്ക് ഈസിലി വീട് വാങ്ങാൻ പറ്റും. ആൻഡ് മന്ത്ലി പേയ്മെൻറ്റ് 30 വർഷം അടച്ച് തീർത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു വീട് വാങ്ങാനും പിന്നെ അത് റെൻറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ റിസർച്ചൊക്കെ ഒത്തിരി ചെയ്തിട്ട് ഒരു എക്സൽ ഷീറ്റൊക്കെ ഉണ്ട് എനിക്ക്. കാരണം വീട് കുറേ എക്സ്പെൻസസ് എന്തൊക്കെ എക്സ്പെൻസ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്കൊരു വീട് വാങ്ങണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാത്രം യുനോ. ബിക്കോസ് ആ സമയത്ത് എനിക്ക് അറിയും കൂടി ഇല്ലായിരുന്നു ഞാൻ എത്ര നാൾ US-ൽ നിൽക്കും, എപ്പോൾ തിരിച്ച് വരണം എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് തന്നത് യുനോ. അങ്ങനെ ഒരു വേൾഡ് ഉണ്ടെന്നുള്ളത് തന്നെ എനിക്കൊരു ഓപ്ഷനായിട്ട് അറിഞ്ഞത് ഞാൻ അവിടെ US-ലുള്ളതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, ബട്ട് ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് യുനോ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പെട്ടെന്ന് ഉണ്ടായ പോലെ എനിക്ക് തോന്നി. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്ക് യുനോ ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് കുറേ പൈസ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിലൊക്കെ ഇട്ട് കളിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കളിച്ച് കളഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്ലോലി ഞാൻ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി. യുനോ ഓക്കെ, എനിക്ക് ഇത്രയും % എനിക്ക് മന്ത്ലി സേവ് ചെയ്യണം. ആൻഡ് യുനോ എൻ്റെ എക്സ്പെൻസസ് ഒത്തിരി കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ റെൻറ്റിനായിരുന്നു താമസിച്ചത്. ഞാൻ എപ്പോഴും റെൻറ്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് നിൽക്കാൻ വേണ്ടി അതിനനുസരിച്ച് പൈസ കൂടുതലാവും. അപ്പോൾ ഈ റെൻറ്റിനാണ് ഒരുമിച്ച് റൂംമേറ്റ്സ് ഒക്കെ ആയിട്ടാണ് താമസിച്ചത്. അപ്പോൾ ഒത്തിരി സേവ് ചെയ്തിട്ട് അത് സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ഗുഡ് ഡീലായിരുന്നു. സ്പെഷ്യലി കോവിഡിന് ഒത്തിരി സ്റ്റോക്ക് മാർക്കറ്റ്സ് ഡൗൺ ആയിരുന്നു. അപ്പോൾ അതൊരു യുനോ ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ആ ടൈമിൽ. അത് കഴിഞ്ഞ് എൻ്റെ ഗോൾ ഒരു വീട് വാങ്ങണം എന്നായിരുന്നു. അഗൈൻ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, ഒരു റെൻറ്റൽ പ്രോപ്പർട്ടി പോലെ ആയിട്ട്. അപ്പോൾ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ സേവ് ചെയ്താൽ മതി. അവിടെ കുറേ പൈസ വേണ്ട നമുക്ക് ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട്. ഒരു ഗുഡ് എമൗണ്ട് സേവ് ചെയ്താൽ മതി. ആസ് ലോങ് ആസ് നിങ്ങൾക്ക് ആ റെൻറ്റൽ ഇൻകം ഗുഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അഗൈൻ എനിക്കൊരു എക്സൽ ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് അറിയാൻ പറ്റും ലൈക്ക് അത് ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കിയിട്ട് ഒരു ആ സമയത്ത് ഞാനൊരു ഡിസിഷൻ എടുത്ത് അങ്ങ് വാങ്ങിയതാ. ലൈക്ക് എനിക്ക് പെട്ടെന്നായിരുന്നു വാങ്ങിയത്. പക്ഷെ എനിക്കത് വാങ്ങണം നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അതങ്ങ് നടന്നു. പെട്ടെന്ന് ഒരു ദിവസം പോയി വീട് വാങ്ങി. ആൻഡ് അവിടെ വീട് 1 മാസം എടുക്കുള്ളൂ. ലൈക്ക് ഭയങ്കര ഈസി പ്രോസസ്സാണ്. വീട് വാങ്ങാൻ അത്ര വലിയ പാടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അത് വാങ്ങുന്ന ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളത് നോക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. ഹൗസ് വാമിങ്ങിന്റെ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടാവും? ഹൗസ് വാമിംഗ് ഒന്നുമില്ല, ബട്ട് ഹൗസിന്റെ ക്ലിപ്സ് ഉണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ തരാം. ഞാൻ കുറച്ച് വീഡിയോ എന്തെങ്കിലും ഫോട്ടോസ്, മേ ബി സ്കൈ ഡൈവിംഗിന്റെ ഒക്കെ ഫോട്ടോ അങ്ങനെയൊക്കെ തരാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇവിടെ ഇച്ചിരി ഇരുട്ടി തുടങ്ങി. ഞങ്ങളൊന്ന് വേറെ സ്ഥലത്തേക്ക്. ചേച്ചി ഇപ്പൊ വീടായി, അടുത്ത ഇനി കുടുംബം. അത് ചേച്ചി എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? ചേച്ചിക്ക് നല്ലൊരു ലവ് സ്റ്റോറി ഒക്കെ ഉണ്ടെന്നറിയാം. അതെങ്ങനെയായിരുന്നു ആ റിലേഷൻ? പാർട്ട്ണർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പം അതൊക്കെ എങ്ങനെ ചേച്ചിയെ പോലെ ഭയങ്കര ഡ്രിവൺ ആയിട്ട് ഉള്ളൊരു ആൾക്ക് അത് ഭയങ്കര ഒരു സപ്പോർട്ടല്ലേ? അതിനെപ്പറ്റി ഒന്ന് പറയാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തത് ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. നമ്മൾ ആക്ച്വലി ഫ്രണ്ട്സ് ആണ്. ലൈക്ക് പാർട്ട്ണർ എന്നൊക്കെ വലിയൊരു വേർഡ് പോലെയാണ്, പക്ഷെ നമ്മൾ ആക്ച്വലി ഫ്രണ്ട്സ് ആണ്. നമ്മൾ അങ്ങനെയാണ് മീറ്റ് ചെയ്തത്. നമ്മൾ ഒത്തിരി നാൾ ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഓക്കെ ഫൈൻ നമ്മൾ കുറച്ച് ഡേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഇതിലായത്.
as my partner, he's like very supportive. He's cool with anything, you know. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചോദിക്കണോ അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് ഞാൻ ഭയങ്കര ഫ്രീ ആണ്. ലൈക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല. ലൈക്ക് ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലൊരു കൾച്ചർ ഉണ്ടല്ലോ, ലൈക്ക് ഓക്കെ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒരു ചേച്ചിയുടെ കല്യാണം അവിടെ വെച്ചിട്ട് അതൊക്കെ എങ്ങനെയായിരുന്നു? കല്യാണം ആക്ച്വലി ഇവിടെ വെച്ചിട്ടായിരുന്നു, നമ്മൾ ഗോവയിൽ വെച്ചിട്ടായിരുന്നു. നമ്മൾ ഫൈനാൻഷ്യലി വെരി വെൽ പ്ലാൻഡ് ആയിരുന്നു. അത് ഗോവയിലായിരുന്നു. നമ്മൾ പുറത്തല്ലായിരുന്നു. നമ്മള് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യൻ ആണ്, ഞാൻ ഹിന്ദു ആണ്. സോ ഇനീഷ്യലി ഫാമിലീസ് തമ്മിലൊക്കെ ഒരു ഇച്ചിരി ഇതുണ്ടായിരുന്നു, ബിക്കോസ് ഓഫ് കോഴ്സ് ക്രിസ്ത്യൻ ഹിന്ദു ഇതായിരുന്നു. ബട്ട് സ്ലോലി നമ്മൾ രണ്ടുപേരും അവർ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ദേ ആക്ച്വലി ലൈക്ക് ഡസ് ആൻഡ് അവർക്ക് ഒട്ടും പ്രശ്നമോ ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ ട്രൈ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ. ബട്ട് നമ്മൾക്കത് ഇന്റേർണലി നമ്മൾ അത്ര സീരിയസ് അല്ലായിരുന്നു. ലൈക്ക് റിലീജിയൻ ഒരു നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നമ്മളത് അത് മാത്രമല്ലായിരുന്നു നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫിൽ വേറെ കുറെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആയിരുന്നു. അതായിരുന്നു നമ്മൾ ഒരുമിച്ചാവാനുള്ള കാരണം. സോ ക്രിസ്ത്യനും ഒരു ഹിന്ദു ആണ്. അപ്പോൾ നമ്മൾ കല്യാണം എങ്ങനെ നടത്തും, റൈറ്റ്? ലൈക്ക് ഹിന്ദു രീതിയിൽ ഫുള്ളി നടത്താനോ ഒരു അമ്പലത്തിൽ വെച്ച് നടത്താനോ അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ക്രിസ്ത്യൻ രീതിയിൽ ഒരു പള്ളി വെച്ച് നടത്തണമെങ്കിൽ കൺവേർട്ട് ആവണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്കൊരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നെയുള്ള ഓപ്ഷൻ US വെച്ച് കല്യാണം നടത്താം. US എവിടെ വേണമെങ്കിലും നമുക്ക് കല്യാണം നടത്താം, പുറത്ത് നടത്താം, എങ്ങനെ വേണമെങ്കിലും നടത്താം. പക്ഷേ US നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കി കല്യാണം കഴിക്കണോ എന്നതും പിന്നെ അവിടെ ഒന്നും അധികം ചെയ്യാനും പറ്റില്ല. ജസ്റ്റ് ഒരു ഫുഡും കാര്യങ്ങളും അത് മാത്രമേ ഉള്ളൂ അവിടെ. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് വരണമെങ്കിൽ അത് ടു ബിഗ് ആവും. അപ്പൊ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി എല്ലാവർക്കും മറ്റേ മിസ്റ്റേക്ക് അല്ലാതെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ എല്ലായിടത്തും നോക്കി നോക്കി അവസാനം ഇന്ത്യയിൽ ചെയ്യാൻ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓക്കെ വൈ നോട്ട് ഇന്ത്യയിൽ തന്നെ. നമ്മുടെ മെയിൻ ഇഷ്യൂ നമുക്ക് ഒത്തിരി ആൾക്കാരെ വെച്ച് അങ്ങനെ ചെയ്യണം എന്നില്ലായിരുന്നു. നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടൊരു അങ്ങനെ ഒരു ഇത് വേണമെന്നാണ്. അപ്പൊ നമുക്ക് അത് കേരള വെച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തത് ഗോവയിലെത്തിയത്. ഗോവയിൽ നമ്മളൊരു ചെറിയൊരു ഫംഗ്ഷൻ ഒരു ക്രിസ്ത്യൻ ടൈപ്പ് വെഡിങ് ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷേ ലൈക്ക് കൺവേർട്ട് ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് നമ്മൾ ഒരാളെ വെച്ചിട്ട് അങ്ങനെ ഒരു വെരി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു. അത് എല്ലാം നമ്മുടെ വെരി ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു. എനിക്ക് എല്ലാവരും അവിടെ അറിയായിരുന്നു. അത് ക്ലിറ്റിനും അവിടെ എല്ലാവരും അറിയായിരുന്നു. അപ്പോൾ വെരി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റി. അത് ഒരു ബ്യൂട്ടിഫുൾ വെഡിങ് ആയിരുന്നു. സോ അത് ഗോവയിൽ വെച്ചായിരുന്നു. സോ ഐ മീൻ again as a partner, like he's super supportive. Like ഇപ്പം എനിക്ക് വീടെടുക്കാനാണെങ്കിലും like ഞാനിങ്ങനെ ആ സമയത്ത് നമ്മൾ ഡേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയും എന്താ ചെയ്യണം. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു പേടിയുണ്ട്. അപ്പോൾ ഫുൾ സപ്പോർട്ടായിരുന്നു. ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് ലൈക്ക് ഓക്കെ വരുന്ന വെച്ച് കാണാം. യു ഗോ ഫോർ ഇറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. സോ എന്നെ അവിടുന്ന് കാർ ഓടിക്കും. ഞാൻ ആക്ച്വലി ബസ്സിലാണ് പോയിക്കൊണ്ട് വന്നത് എൻ്റെ ഫസ്റ്റ് ജോബിൽ. സോ റിട്ടേണാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് എനിക്ക് കാർ പഠിപ്പിക്കാനും. എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടി കാർ ഓടിച്ചായിരുന്നു. ബട്ട് എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ലൈക്ക് അതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്തുന്നതും ചെയ്യിപ്പിച്ചതും കാറ് ലൈഫിലുണ്ടാകുന്ന ഒരു വെരി ബിഗ് ചേഞ്ച് ആണ്. ലൈക്ക് നമ്മൾ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് അത് ഞാൻ അപ്പം അറിയില്ലായിരുന്നു. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. സോ ഓയിൽ ചേഞ്ച് ലിറ്റും എന്നെ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യാൻ പഠിപ്പിച്ചാൽ എന്നെ ഇൻഡിപെൻഡന്റ് ആക്കാൻ കുറെ നോക്കിയായിരുന്നു. ലിറ്റ് എന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പഠിപ്പിച്ചു. കാറിന് എൻ്റെ ഒരു പഴയ ഒരു മൊണ്ടേറോ ആയിരുന്നു, ഇവിടുത്തെ പജേറോ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കാറ്. അതിനാണെങ്കിൽ ഓയിലിൽ നിൽക്കില്ല. അപ്പോൾ അതിന് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ തുറന്ന് ഓയിലൊക്കെ നോക്കി ചേഞ്ച് ചെയ്ത് ടോപ്പ് ചെയ്ത് ഇതൊക്കെ ലിറ്റിനാണ് എന്നെ ഫുൾ ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള ഒരിതിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്തായിരുന്നു. പാർട്ട്ണറിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഫൈനാൻഷ്യലി കമ്പാറ്റബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പാർട്ട്ണറിൽ. ബാക്കിയെല്ലാം ഉണ്ട്, ലൈക്ക് യു സേ ലവ് ഓൾ ദോസ് തിങ്സ്. പക്ഷേ ഫൈനാൻഷ്യൽ കമ്പാറ്റബിലിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മോസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഒരു ഫൈനാൻഷ്യൽ കമ്പാറ്റബിലിറ്റി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ആൻഡ് അതിന് നമ്മൾ ഇപ്പം വി പ്ലാൻ ടുഗെദർ. നമ്മൾ ഇപ്പം like it's not just me, it's not just him. After wedding നമ്മൾ ഒരുമിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരുമിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ we can achieve our goals faster. ആൻഡ് നമ്മൾ അതാണ് ഇപ്പോഴത്തെ ടാർഗറ്റ്. ആൻഡ് നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്.
അപ്പോൾ അതൊരു അച്ചീവ് ചെയ്യാനുള്ളത് നമ്മൾ രണ്ടുപേരും കൂടെ നോക്കാനുള്ള ഫുൾ സപ്പോർട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് വെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ഫൈനാൻഷ്യലി ആൻഡ് ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. സോ ചേച്ചി ഇപ്പം ഇവിടെ ഒരുപാട് കൊച്ചുകുട്ടികൾ പുറത്തു പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഇതിനു വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? കാരണം ആ ജേർണി പ്രോപ്പറായിട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ ചേച്ചിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ? നമ്മൾ പുറത്ത് പോയി പഠിക്കാൻ നമ്മൾ മെയിനായിട്ട് ഇവിടുന്ന് പോകുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. കേരളയിൽ നിന്ന് നമ്മൾ വിൽക്കുന്നത് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. മോസ്റ്റ് ബെറ്റർ അവസരം. വൺ മെയിൻ തിങ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് നമ്മൾ ഒരു പൈസ മാത്രം നോക്കി പോവുകയാണെങ്കിൽ യു കാൺ ഗോ ഫർദർ. ലൈക്ക് യു ഷുഡ് ഹാവ് എ ബിഗർ ഗോൾ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ലൈക്ക് നിങ്ങളൊരു ലൈഫ് സ്റ്റൈലാണോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? ഓഫ് കോഴ്സ് അതിനൊരു പൈസ വേണം. പക്ഷെ ഒത്തിരി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ അവർ അവിടെ പോയിട്ട് ട്രാപ്പ് ആവും. മനസ്സിലായോ? അപ്പോൾ അവിടെ പോയിട്ട് അവർ ഒരു ചെറിയ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ജീവിതം ആയി പോകുന്നുണ്ട്. അങ്ങനെ കുറേ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കാനഡയിലായാലും UK-യിലായാലും ഞാൻ ഒത്തിരി കേസസ് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോവാ. നിങ്ങൾ ഒരു എന്താ പറയുക, ഡെസ്പറേറ്റ് ആയിട്ട് പോകരുത്. നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അവിടെ എത്തിയാലും നിങ്ങളത് ഒരു ഗോൾ ഉണ്ടാവണം. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ₹5 മോർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ $5 മോർ ഉണ്ടാക്കാൻ വേണ്ടി പോകരുത്. അത് അങ്ങനെ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസിഷൻസും ഡെസ്പറേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിൽ എത്താൻ പറ്റില്ല. അവസാനം ചേച്ചി പറഞ്ഞ പോയിന്റ് ഭയങ്കര നമ്മൾ ഒരിക്കലും കാണിക്കരുത്. നമ്മൾ ഒരു സെക്കൻഡ് ബാക്കിലോട്ട് എടുത്താലും നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുവാണെങ്കിൽ നമ്മൾ ഒത്തിരി നമ്മുടെ ലൈഫിൽ സ്റ്റോൾഡ് ആയി പോകും. അപ്പോൾ അതൊരു കാര്യമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ലൈക്ക് എന്തെങ്കിലും ചെയ്യൂ. നമ്മൾ വെറുതെ ഇരിക്കരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഒത്തിരി സമയമുണ്ട്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വെറുതെ ഇരിക്കാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഇപ്പം US-ലാണെങ്കിൽ ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഇപ്പം വീട് എടുത്തു എന്നായാലും നമ്മളെ വീട്ടിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ബെഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ ബെഡ് നമ്മൾ തന്നെ വേണം അസംബിൾ ചെയ്ത് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. അത് ആരും വന്ന് അസംബിൾ ഒന്നും ചെയ്തു തരില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് പഠിക്കണം, റൈറ്റ്? ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്ലംബിങ് ഇഷ്യൂ ഉണ്ടായി, ഒരു ഇത് വർക്ക് ചെയ്യുന്നില്ല, അത് നമ്മൾ തന്നെ അതൊന്ന് ഊരി നോക്കണം എന്താണ് പറ്റിയെന്ന്. നമുക്ക് വിളിക്കാം, പക്ഷെ അത് അവർ 10,000 രൂപ കൊടുക്കണം ഒരു മണിക്കൂറിന് അവർക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു യൂട്യൂബ് വീഡിയോ അങ്ങ് നോക്കുക. ഇപ്പോൾ ഇലക്ട്രിക് പ്ലഗ് വർക്ക് ആവുന്നില്ല, ഓക്കെ, നമ്മൾ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ഇടുക. ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അപ്പം നമ്മൾ തന്നെ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം അതും US-ൽ ഒരു വലിയൊരു അതൊരു ബാഡ് തിങ് ആയിട്ട് മേ ബി ഇപ്പോൾ കൺസിഡർ ചെയ്യാം. കാരണം ഇവിടെ എല്ലാം എളുപ്പത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ അത് പഠിക്കാൻ പറ്റുന്നത് ഒരു സ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇവിടെ ആയാലും നമ്മൾ ഒരു ചെറിയ ജോലി ആയാലും നമ്മളത് ചെയ്യാൻ പഠിക്കുക. അത് എന്താണെങ്കിലും അത് നമ്മളെപ്പോഴും ലൈഫിൽ ഉണ്ടാവും. അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഒരു മെക്കാനിക് ജോലി ആയാലും അത് വീട്ടിൽ വെറുതെ ഇരിക്കരുത്. അതാണ് മെയിൻ തിങ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ബുക്സ് വായിക്കുക, നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കാണ്ട് നമ്മൾക്ക് ആരെയും ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല. അൺലെസ് നിങ്ങൾ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ട്, ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഓക്കെ. പക്ഷേ അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ആൻഡ് എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ്. ലൈക്ക് നമ്മൾ നോക്കിയാൽ അഗൈൻ ഞാനൊരു സിമ്പിൾ ഒരു ഗേൾ ആണ്. ലൈക്ക് ഐ ഹാവ് done no big things, but I made my life better and I know that. And same way anybody can do that. And അത് നിങ്ങൾ അതെപ്പോഴും നമ്മളെ ലൈഫ് നമ്മൾ ബെറ്റർ ആക്കണമെങ്കിൽ നമ്മൾ തന്നെ അത് വിചാരിക്കണം, അത് നമ്മൾ ചെയ്യണം. അത് ഈ ഒരു പ്രോസസ്സിൽ ചേച്ചിക്ക് കുറെ മെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, വഴികാട്ടാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? 100%. യെസ്, ഒത്തിരി മെന്റേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റിൽ തന്നെ എൻ്റെ കോളേജിൽ പഠിച്ച ഒരു കുട്ടി, ഷീ ഡിഡ് ഇന്റേൺഷിപ്പ്. അവൾ പുറത്ത് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തത്. അവളുടെ ചേട്ടൻ പുറത്തിലായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് ഒത്തിരി ഗൈഡൻസ് തന്നു എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എല്ലാ സ്പേസിലും ഓരോരോ ആളായിരുന്നു, അല്ലാണ്ട് ഒറ്റൊരാളല്ലായിരുന്നു. ആൻഡ് ഇവിടെ എനിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് എൻ്റെ അച്ഛനും അമ്മയും തന്നു. അമ്മയും അച്ഛനും ലൈക്ക് ഫൈനാൻഷ്യലി നീ
അവർക്കൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, അവരുടെ ബാങ്ക് അക്കൗണ്ട് എനിക്കറിയാം, പക്ഷെ എന്നാലും അവർ പറഞ്ഞു നീ പോ, നമുക്ക് നോക്കാം, യുനോ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു അവർക്കും. ആൻഡ് അതുള്ളതുകൊണ്ട് എനിക്കും അറിയാം ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ if I fall, I know I have somewhere to fall too. Even if it's really bad, like I wasn't afraid to fall. So എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് പാരൻസ് ഉണ്ടായിരുന്നു ഗുഡ് സപ്പോർട്ടായിട്ട്. പിന്നെ US വന്നിട്ട് എൻ്റെ പ്രൊഫസേഴ്സ് ആബ്സല്യൂട്ട്ലി അമേസിങ് പ്രൊഫസേഴ്സ് ആയിരുന്നു. അവരെന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു. എൻ്റെ എനിക്ക് പ്രോജക്റ്റ് വർക്ക്സ് ആയാലും തീസീസ് എന്നെ ഒരു തീസീസ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡു ദാറ്റ്, ലൈക്ക് നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാര്യം പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത് അവിടെ. അപ്പോൾ എല്ലാം പ്രൊഫസേഴ്സ് ഹെൽപ്പിംഗ് ആയിരുന്നു. ഇപ്പം റൈറ്റ് നൗ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനി, എൻ്റെ മാനേജേഴ്സ് അമേസിങ് മാനേജർ ആയിരുന്നു. ലൈക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഐ എം ലക്കി ഫോർ ദാറ്റ്. ഒത്തിരി മാനേജേഴ്സ് ആർ നോട്ട് ഗുഡ്, ബട്ട് എൻ്റെ മാനേജർ ഇസ് റിയലി ഗുഡ്. അവർക്കറിയാം നമ്മുടെ വിസ സിറ്റുവേഷൻസും അങ്ങനെയൊക്കെ കണ്ടിട്ട് അവർ ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഒരു പൊസിഷനിൽ എത്തിയത്. സോ at every point, yes, I had somebody. It's not one person, but many person like throughout my journey. ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ഇപ്പം നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. അതിനെ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? Like മെന്റേഴ്സിലാണെങ്കിലും ഉണ്ട് അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. ബട്ട് you just there's so much bigger things happening. ഇപ്പം ചേച്ചിക്ക് ഇപ്പൊ ഒരു അങ്ങനെ ഒരു ഇവിടെ എത്തണം എന്നുള്ളൊരു ആ ഒരു ഒബ്സഷൻ ഉള്ളതുകൊണ്ടാണ് വേണ്ടാത്തതിനൊക്കെ മാറ്റി അപ്പം കുട്ടികളോട് പറയാനായിട്ട് അതിനെ പറ്റി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മള് ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി പേര് ഡിഫറെന്റ് തിങ്സ് നമ്മളോട് പറയും. ഒത്തിരി ഇപ്പം സോഷ്യൽ മീഡിയ ഇഷ്ടം പടിയുണ്ട്. എല്ലാവരും പറയാം ഇതാണ് നല്ലത്, മറ്റേതാണ് നല്ലത്. അപ്പൊ നമുക്കറിയില്ല എന്താ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ആരെവിടെ പോയാലും അവർ പോസ്റ്റ് ചെയ്യുന്നത് ഫുൾ ഗൂച്ചി ബാഗും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ എവിടെ പോയാലും ശരി, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറെ ആൾക്കാർ ഒക്കെ തിരിച്ചു വരുന്നു, അങ്ങനെയുണ്ട്. അപ്പോൾ ഒത്തിരി പേര് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ ആൻഡ് ഹിയർസ് ദ തിങ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു ബെറ്റർ ലൈഫ്, സിംപ്ലി ഒരു ബെറ്റർ ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ജോലി ഉണ്ടോ നോക്കണം ഫസ്റ്റ്. അപ്പോൾ അവിടുത്തെ ഗ്രോത്ത് എങ്ങനെയാണ്, ജോലി എങ്ങനെയാണ്, അവിടെ ഒരു വീട് വാങ്ങണമെങ്കിൽ അവിടെ ഒരു വീടിന് എന്താണ് വില, അല്ലേ? ഒരു റെന്റ് താമസിക്കാൻ അവിടെ റെന്റിന് എന്താണ് വില. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടുത്തെ വെതർ, ഒത്തിരി പേര് കാനഡയിലോട്ട് ഇമിഗ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് വിന്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഹാർഷാണ്. അപ്പോൾ ഇപ്പം നമുക്ക് തോന്നും സ്നോ ആണ്, വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ ആ കാർ ഇങ്ങനെ തപ്പിയെടുക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ സ്നോന്റെ അടിയിൽ നിന്ന് എത്ര പാടാന്നുള്ളത്. രാവിലെ 6 മണിക്ക് കാറ് തപ്പിയെടുക്കുന്ന വലിയ ഈസി കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ടൈം ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഓക്കെ വാവ് എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ അപ്പോൾ അതൊക്കെ വേണം നമ്മൾ നോക്കാം. നമ്മൾ അവിടുത്തെ വെതർ നോക്കണം, നമുക്കത് കമ്പാറ്റബിൾ ആണോ എന്നുള്ളത്. അവിടെ നെക്സ്റ്റ് എന്താണ് നമുക്കൊരു 10 വർഷം അവിടെ നിൽക്കുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അത് എന്തായിരിക്കും നമ്മുടെ ജോലി, എന്തായിരിക്കും നമ്മുടെ സാലറി, അതൊക്കെ നമ്മൾ നോക്കണം. അത് കമ്പയർ ചെയ്യണം നമ്മൾ ഡിഫറെന്റ് ആൾക്കാരായിട്ട്. നമുക്ക് അവിടെ ലിങ്ക്ഡ്ഇൻ ഫ്രീ ആണ്. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരോട് ടെക്സ്റ്റ് ചെയ്യാം, ചോദിക്കാം എന്താണ് അവരെന്താണ് ജോലി ചെയ്യുന്നത്, ആ ജോലിയിൽ എന്താണ് ടിപ്പിക്കൽ സാലറി, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇൻഫർമേഷൻ ഓൺലൈൻ അവൈലബിൾ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേയും കൂടി റിസർച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒത്തിരി ഗുഡ് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ആൻഡ് യു ഷുഡ് ഫീൽ കോൺഫിഡൻറ്റ്. ദാറ്റ്സ് ദ മെയിൻ തിങ്. നമ്മൾ എത്രയോ ആൾക്കാർ not better than you, but they are more confident. Yeah, that is the only thing. US they are not like the best people or anything, but they are consistent, they learn the skill and they do the job. That's the thing. ഇവിടെ നമ്മൾ ഞാൻ ഇവിടെ ഒരു കൊല്ലം ജോലി ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ജോലിയിൽ നമ്മൾ ജസ്റ്റ് തട്ടിമുട്ടി എങ്ങനെയെങ്കിലും പോവുക, അത്രേ ഉള്ളൂ. നമ്മൾ ജോലി ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യുന്ന വെരി കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓക്കെ ഇത് ഒരു പുതിയ സ്കില്ലാണ്, ഇതെനിക്ക് പഠിക്കണം, ഇതാണ് ഞാൻ പഠിക്കേണ്ടത്, ഇതാണ് ഇപ്പോഴത്തെ നെക്സ്റ്റ് ഇതാണ്, അപ്പൊ ഇത് വേണം ഞാൻ പഠിക്കാൻ, അപ്പൊ എനിക്ക് ന്യൂ പ്രോജക്ട്സ് കിട്ടും. അങ്ങനെ കോൺസെപ്റ്റ് ഉള്ള വെരി ഫ്യൂ ആൾക്കാരെ ഞാൻ ആ സമയത്ത് കണ്ടുള്ളൂ. എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് സാലറി വാങ്ങുക, എങ്ങനെയെങ്കിലുമൊക്കെ ഈ പണി ഒന്ന് തീർക്കുക, വീട്ടിൽ പോവുക. അപ്പോൾ നമ്മളെ ഗ്രോ ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആരും നമ്മളെ മേത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മൾ ചെയ്യണം. നമ്മളെ തന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടായാലും വായിച്ചിട്ടായാലും ഇപ്പം നിങ്ങൾ IT-യിലൊക്കെ ആണെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മൾ ന്യൂ ടെക്നോളജീസും ഒരു ഇതിലും
അപ്പോൾ അതിനൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. അതിന് നിങ്ങൾ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ് ആവണം എന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ് ആൻഡ് യു ഹാവ് ടു ബി വില്ലിംഗ് ടു ലേൺ. അപ്പോൾ അത് മാത്രം മതി. നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ അത് മാത്രം ആലോചിച്ചാൽ മതി. ലാസ്റ്റിൽ എനിക്കിതേ പറയാനുള്ളൂ, നമ്മൾ ഒന്നും അഫ്രെയ്ഡ് ആയിരിക്കരുത്, ഒന്നും ഫിയർ ഉണ്ടാവരുത്. ദർ ഈസ് ഓൾവേസ് ഫ്രീഡം ബിയോണ്ട് ദാറ്റ് ഫിയർ. ലൈക്ക് ആ ഫിയർ നമ്മൾ എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ദ റിസൾട്ട്സ് ബിയോണ്ട് ദാറ്റ്. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് ഒന്നും ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എപ്പോഴും ജസ്റ്റ് കീപ് ഡൂയിങ് ദാറ്റ്സ് ഓൾ. ലൈക്ക് doesn't matter what you are doing, just keep doing. But at the same time, guidance is very important, so you should talk to people. Never try to do everything by yourself. നമ്മളൊരു ഇതുണ്ട്, ഓക്കെ നമ്മൾ തന്നെ പഠിച്ച് നമ്മൾ തന്നെ ചെയ്യും, നമുക്ക് സംസാരിക്കാനുള്ളൊരു ഇതില്ല. പക്ഷെ എപ്പോഴും റീച്ച് ഔട്ട് ചെയ്യുക. നമ്മൾ ആരെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ഫീൽഡിലുള്ള ഒരാളെ റീച്ച് ഔട്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈഡൻസ് ഇസ് എവറിത്തിങ് ഇൻ ലൈഫ്. സോ യു നോ which way to go, because so many options are there. So അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ചേച്ചി ഇപ്പം ചേച്ചിയുടെ ഇത്രയും ചാപ്റ്റേഴ്സ്, ലൈഫിന് ചാപ്റ്റേഴ്സ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ചേച്ചി സക്സസിനെ കാണുന്ന ഒരു ഭയങ്കര വേറൊരു ലൈഫ് സ്റ്റൈല് ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ആ ചാപ്റ്ററിനെ എങ്ങനെയാണ് കാണുന്നത്? അതിലേക്ക് ചേച്ചീനെ എങ്ങനെയാണ് അത് മുമ്പോട്ടേക്ക് കാണുന്നത്, ആ ഒരു ലൈഫ്? ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്. ലൈക്ക് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എനിക്കിഷ്ടംപടി ട്രാവൽ ചെയ്യാൻ പറ്റണം. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റണം. എനിക്ക് ടൈം വേണം. ദാറ്റ് ഇസ് മൈ മെയിൻ തിങ്. എനിക്ക് ഫുൾ ടൈം ജോലി ചെയ്ത് ലൈക്ക് 9 to 7 9 to 8 വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അതെനിക്ക് വേണ്ട. ഐ നീഡ് ടൈം ടു സ്പെൻഡ്. ഐ നീഡ് ടൈം ടു ഡു ഫോർ മൈ സെൽഫ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് there is something called FIRE, financial independence, retire early. So this is a big thing in US right now. US-ലല്ല, എല്ലായിടത്തും ഇത് വേണ്ട. നമ്മൾ റിട്ടയർ ചെയ്യാൻ, എൻ്റെ അച്ഛനൊക്കെ റിട്ടയർ ചെയ്യണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. എൻ്റെ അച്ഛനൊക്കെ ഇഷ്ടംപടി നാളെ പണിയെടുത്തുകൊണ്ടിരിക്കണം, റിട്ടയർ ചെയ്ത് എന്ത് ചെയ്യണം എന്നറിയില്ല. പക്ഷേ ഐ തിങ്ക് നമ്മുടെ ജനറേഷൻ കുറച്ചുകൂടെ നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ് നമ്മളിത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ ലൈക്ക് കുറച്ചുകൂടി പെട്ടെന്ന് റിട്ടയർ ആവുക, കുറച്ചുകൂടെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ലൈഫിന് വേണ്ടി ചെയ്യാൻ പറ്റുക. നമുക്ക് 60-65 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ട്രാവൽ ചെയ്യും, നമ്മൾ എന്ത് എനർജി ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. സോ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റീസും കളയരുത്. നമ്മുടെ ലൈഫ് എൻജോയബിൾ ആക്കാനുള്ള, അതാണ് എൻ്റെ മെയിൻ തിങ് റൈറ്റ് നൗ. ഞാൻ ഒരിക്കലും ലൈക്ക് ഒത്തിരി സ്ട്രെസ് എടുത്തിട്ടല്ല ഞാൻ ഒന്നും ചെയ്യുന്നത്. ലൈക്ക് എനിക്ക് വേണമെങ്കിൽ സൂപ്പർ ഇതായിട്ട് ഒത്തിരി സേവ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ലോ ആയിട്ട് ബട്ട് കുറച്ചുകൂടി ഹാപ്പിയർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. അത് ഇന്നും വേണം, നാളെയും വേണം. അത് മേ ബി ഞാൻ ഇവിടെ ഇന്ത്യയിൽ വന്ന് റിട്ടയർ ആവും, ബിക്കോസ് why not? India is getting so much better and നമുക്ക് ആ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇറ്റ്സ് അമേസിങ്. ഇന്ത്യയിലെ ലെവൽ ഓഫ് ലൈക്ക് നമുക്ക് എല്ലാം ഇവിടെ ആക്സസ് ചെയ്യാം. നമ്മൾ US 9 to 5 ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്ന് കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, AC 10 മിനിറ്റ് സ്വിഗ്ഗി എന്ന് വെച്ചാൽ ഓ മൈ ഗോഡ്. ഞാൻ ഇന്നലെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ നിന്ന് സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ട്രെയിനിൽ ഡെലിവർ ചെയ്തതേ ഉള്ളൂ. അതൊന്നും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ഹെൽത്ത് കെയർ, ഓ മൈ ഗോഡ്. US ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും നമ്മൾ ആംബുലൻസ് വിളിക്കരുതെന്നാണ്. ബിക്കോസ് ആംബുലൻസിന് ഒരു 8 ലക്ഷം രൂപയാണ് ഒരു 5 മൈൽ പോകാൻ വേണ്ടിയിട്ട്. സോ ഐ മീൻ ഇൻഷുറൻസ് എനിക്കിപ്പോൾ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ ഒത്തിരി പേര് അത് ചെയ്യില്ല. ബിക്കോസ് അവർ ഊബറാണ് വിളിക്കുന്നത് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ. ബിക്കോസ് അത്രയും എക്സ്പെൻസീവ് ആണ് ഹെൽത്ത് കെയർ. അവിടെ ഒരു എമർജൻസി കെയർ പോകണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാൻ വേണ്ടി നമുക്കത് അടച്ച് നമ്മുടെ ലൈഫ് ഫുള്ള് അത് അടച്ച് തീർക്കാനുള്ള ഒരു ഇതിലാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റി, ഒത്തിരി ബെറ്റർ ലൈഫ് നമുക്ക് ഉണ്ടാക്കാം. പൈസ ഇല്ലെങ്കിൽ അഗൈൻ ഡിഫറെന്റ് തിങ്. സോ എവിടെയാണെങ്കിലും പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. പൈസ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നമ്മൾ അത് മാത്രം ഗോൾ ചെയ്യരുത്. നമ്മൾ വാട്ട് ഇസ് ബിയോണ്ട് ദാറ്റ്, റൈറ്റ്? ലൈക്ക് ഇഫ് ട്രാവൽ ഇസ് യുവർ ഗോൾ, then that is your goal. It's not money. Money will come behind you. When you start doing what you want to do, it will automatically come, but you have to be consistent with whatever you are doing. And yeah, like I would love to settle in India if everything goes according to plan. India jolly and kore paadanu. Like I don't know if I'll
work culture, US, there's no comparison. Like US is amazing to work. You know, there's no like stress like how it is here or anything, and you're valued more. അപ്പോൾ അതിലൊരു കമ്പാരിസൺ ഇല്ല. പക്ഷേ ലൈക്ക് ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു സോഷ്യൽ ലൈഫൊക്കെ വേണമെങ്കിൽ അത് ഇന്ത്യയിലെ പോലെ വേറെ എവിടെയും കിട്ടില്ല. ഒരു നല്ലൊരു ഫുഡ് കഴിക്കാം, ഒരു നല്ല ചിക്കൻ ബിരിയാണി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വേണം. അത് എവിടെ എത്ര പോയാലും നമുക്കത് കിട്ടില്ല. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ US എവിടെ പോയാലും അത് കിട്ടില്ല. സോ യാ, അതാണ്. എന്തെങ്കിലും ഫൈനൽ വേർഡ്സ് വീഡിയോ എന്തെങ്കിലും? ഫൈനൽ വേർഡ്സ് എന്താ പറയാ, എനിക്ക് പറയാനുള്ളത് ലൈഫ് എപ്പോഴും നമ്മൾ എൻജോയബിൾ ആക്കാൻ നോക്കുക. ഞാൻ ഭയങ്കര പോസിറ്റീവ് ഒരു മൈൻഡുള്ള ഒരാളാണ്. ലൈക്ക് എന്തുണ്ടാണെങ്കിലും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതിലെടുക്കുക. ലൈഫിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ടാവും, മേ ബി ഒരു ദിവസം എടുക്കുക, ഒന്ന് കരഞ്ഞൊക്കെ തീർക്കുക. പക്ഷെ നെക്സ്റ്റ് ഡേ കം ഔട്ട് പോസിറ്റീവ്, കം ഔട്ട് ഫ്രഷ്, കം ഔട്ട് ലൈക്ക് ഓക്കെ ഐ വിൽ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ദിസ്. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. ലൈക്ക് ലൈഫ് മൈ ട്രൈഡ് hard to pull us down, chala samayathu. So just don't give up, and there is always the next day. The next day everything will feel better. Adu eppozhum varum, aa next day ennum varum. Etra prashanam undengilum aa next day varum. Aa next day will also be better. Maybe not today, maybe not tomorrow, but the next day will be better. So adana enki main life eppozhum enjoyable aakka. Like ipo namukku nammal eppozhum paisane kurichu chindikkarudhu. In case namukku oru trip povan oru opportunity kitti, or friends ആയിട്ട് together time spending കിട്ടി, അല്ലെങ്കിൽ പാരൻസ് ആയിട്ട് ഒരു ടൈം സ്പെൻഡ് കിട്ടി, അത് എടുക്കുക. ബിക്കോസ് ടൈമാണ് എവറിത്തിങ്. ആൻഡ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആകെ ചിന്തിക്കുന്നത് നമ്മൾ ഈ ട്രിപ്പ് പോയി, നമ്മൾ ഇവിടെ പോയി, നമ്മൾ ഈ സ്ഥലത്ത് പോയി. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുകയുള്ളൂ. വേറെ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമ്മുടെ സ്ട്രെസ്സോ നമ്മൾ എത്ര പൈസ കടത്തിലായെന്നോ അത് വളരെ കുറവാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ഇവിടെ നമ്മൾ പോയായിരുന്നല്ലോ, നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തായിരുന്നല്ലോ, അവരിപ്പോൾ എവിടെ, എന്താണ്, ലൈക്ക് അതാണ് നമ്മൾ എപ്പോഴും fall back on to ചെയ്യുന്നത്. സോ എപ്പോഴും ലൈഫ് എൻജോയബിൾ ആക്കുക. എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ലൈക്ക് ലൈഫിൽ എപ്പോഴും ഒരു ഗോൾ വെക്കുക. ലൈഫ് എന്താണെങ്കിൽ ചെറുതാണെങ്കിലും ശരി, ലൈക്ക് ഒരു ഗോൾ വെക്കുക, നമ്മൾ അച്ചീവ് ചെയ്യുക. അത് അച്ചീവ് ചെയ്യുമ്പോഴുള്ളൊരു ഫീലിംഗ് ഇസ് ഡിഫറെൻറ്റ്. അത് അപ്പം നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുക. ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ബിഗ്, ഇറ്റ് ക്യാൻ ബി സംതിങ് വെരി സിമ്പിൾ. പക്ഷേ അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതാണ് എൻ്റെ മെയിൻ തിങ്. ലൈഫ് എൻജോയബിൾ ആക്കുക, അത്രേ ഉള്ളൂ. അതെന്ത് ചെയ്താൽ, എന്ത് ജോലി ആയാലും ശരി, എന്ത് ആയാലും ശരി, ലൈക്ക് എൻജോയ് യുവർ ലൈഫ്. സോ യാ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ എല്ലാവരും ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ്. താങ്ക് യു സോ മച്ച്. ബൈ.